ഒന്ന് കൊച്ചിയിലേക്ക് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, മധ്യ കേരളത്തിൽ ശക്തമായ മഴ. ഇപ്പോൾ തന്നെ പത്തനംതിട്ട MLA നമ്മളോട് സംസാരിക്കുമ്പോൾ പോലും പത്തനംതിട്ടയിലെ അവസ്ഥ പറയുന്നു. കൊച്ചിയിൽ എങ്ങനെയാണ് സാഹചര്യം? ഗതാഗതം തടസ്സപ്പെടുന്നുണ്ടോ? കൊച്ചി മഴയിൽ മുങ്ങുന്ന സാഹചര്യം നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ്. ഇത്തവണ കാര്യങ്ങൾ വഷളാണ്. എന്താണ് സാഹചര്യം? നിലവിൽ എറണാകുളത്ത് ഇപ്പോൾ ഇന്നലെ രാത്രി വരെ ഇന്ന് പുലർച്ചെ വരേക്കിൽ ശക്തമായ രീതിയിലൊരു മഴ ഇടവിട്ടാണെങ്കിലും ലഭിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ആ മഴയ്ക്ക് എറണാകുളത്ത് കാര്യമായ രീതിയിൽ തന്നെ ശമനമുണ്ട്. നഗരത്തിലേക്ക് കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ വലിയ ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ശക്തമായ മഴയുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട് മഴ ഒഴിഞ്ഞു നിൽക്കുകയാണ്. ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. ആകാശം മേഘാവൃതമാണ്. മഴ പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സാധാരണ കനത്ത മഴയിൽ റോഡുകൾ വെള്ളക്കെട്ടുണ്ടാകുന്നു, വാഹനങ്ങൾ കുരുങ്ങുന്നു, അതെല്ലാം ഉണ്ടാകുന്നു. പക്ഷേ ഏതായാലും ആ രീതിയിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. ഒറ്റമഴയിൽ വെള്ളത്തിലാകുന്ന രീതിയിലല്ല ഏതായാലും ഇപ്പോൾ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ ബസ്സോ അല്ലെങ്കിൽ മറ്റ് ട്രെയിൻ ഗതാഗതമൊന്നും തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ വന്നിട്ടില്ല. തീരമേഖലകളിൽ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലാക്രമണ സാധ്യതയും അടക്കമുള്ള കാര്യങ്ങൾ മുൻകൂട്ടി നൽകിക്കൊണ്ടാണ് ഈ രീതിയിലുള്ളത്. പക്ഷേ ജില്ലയുടെ കിഴക്കൻ മേഖലകളുടെ സ്ഥിതി വ്യത്യസ്തമാണ്. ജില്ലയിലെ കിഴക്കൻ മേഖലയിലേക്ക് പോകുമ്പോൾ പലയിടത്തും തന്നെ മലയോര മേഖലകളിൽ അവിടെയുള്ള ചപ്പാത്തുകളടക്കം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ് എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കോതമംഗലത്ത് പൂയംകുട്ടിപ്പുഴ കരകവിഞ്ഞു. മണികണ്ഠൻ ചാൽ ചപ്പാത്ത് പൂർണ്ണമായി മുങ്ങിയെന്ന് പറയും. നിരവധിയായ ആദിവാസി മേഖലകൾ ഈ മണികണ്ഠൻ ചപ്പാത്തിനപ്പുറമുണ്ട്. പൂയംകുട്ടി ആ മേഖലകളെല്ലാം തന്നെ വരുമ്പോഴേക്കും അപ്പോൾ ഇത് തീർച്ചയായും അവിടെ ഉന്നതി ഉൾപ്പെടെയുള്ള പല മേഖലകളും ഒറ്റപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. മണികണ്ഠൻ ചാൽ അതോടൊപ്പം തന്നെ കല്ലേലിമേട് മലയോര ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്. റോഡുകൾ ഈ മേഖലയിൽ വ്യാപകമായിട്ട് ഈ മലയോര മേഖലയിൽ വ്യാപകമായിട്ട് മുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കുട്ടമ്പുഴ അതോടൊപ്പം തന്നെ അട്ടിക്കുളം തുടങ്ങിയ ഭാഗങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ട് ഭീഷണി നിലനിൽക്കുന്ന ഒരു പ്രദേശമായിട്ട് തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. കോതമംഗലത്ത് ശക്തമായ മഴയാണ് ഈ മലയോര മേഖലകളിൽ ഇന്നലെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഉരുളൻതണ്ണിയിലും വെള്ളം ഉയർന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻ ചാൽ ചപ്പാത്ത് വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ബ്ലാവനയിൽ വെള്ളമുയർന്ന് ജങ്കാർ സർവീസ് തടസ്സപ്പെട്ടതോടുകൂടി ഈ മേഖലയിലെ ആദിവാസി മേഖലകളിലേക്ക് പോകുന്നതിനുള്ള ഏക സഞ്ചാരാശ്രയം എന്നതായിരുന്നു. അത് പൂർണ്ണമായും ഒറ്റപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഉറിയംപെട്ടി, വെള്ളാരംകുത്ത്, വാരിയം, കുഞ്ചിപ്പാറ, തലവച്ചപ്പാറ, തേര തുടങ്ങിയ ഉന്നതികൾ ഈ മേഖലകളിലെല്ലാം തന്നെ അവിടേക്ക് ആളുകൾക്ക് കടന്നു പോകുന്നതിന് ഒരു അസാധ്യമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. ഇങ്ങനെ ഈ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പലയിടങ്ങളിലും എറണാകുളം ജില്ലയെ സംബന്ധിച്ച് വരുമ്പോൾ ഈ കിഴക്കൻ മേഖലയിൽ കൂടുതൽ പ്രതിസന്ധികളുള്ളത്. മണ്ണിടിച്ചിലിനുള്ളൊരു സാധ്യതകളെല്ലാം തന്നെ ഈ മേഖലകളിൽ നിലനിൽക്കുന്നുണ്ട്. എറണാകുളം ജില്ലയുടെ ഒരു പൊതുചിത്രം എന്ന് പറയുന്നത് നഗര കേന്ദ്രീകൃതമായ ഇടങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള ഭീഷണികൾ ഇല്ല. പക്ഷേ മലയോര മേഖലകളിലേക്ക് വരുമ്പോൾ കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ഇപ്പോൾ മഴയ്ക്ക് ഒരു ശമനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും മണ്ണിടിച്ചിലടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു. മഴ പെയ്യാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. എറണാകുളം ജില്ലയിൽ പൊതുവിൽ ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്. ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും അവധി നൽകിയിട്ടില്ല. ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. ആ രീതിയിൽ വലിയ മലയോര മേഖലകളിൽ നിലനിൽക്കുന്ന വലിയ ഭീഷണികളാണ് നിലവിലുള്ളത്. നഗരത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വലിയ ഭീഷണിയില്ലാതെ കടന്നു പോകുന്നു എന്നതേ ഉള്ളൂ. കൂടുതലും തീരമേഖലകളിലാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത്. ഏതെങ്കിലും രീതിയിലുള്ളൊരു കടലാക്രമണമോ മറ്റേതെങ്കിലും രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഇടങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം ആ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ മറ്റ് തീരമേഖലകൾക്കിപ്പുറമുള്ള ഗ്രാമീണ മേഖലകളിലേക്ക് വരുമ്പോൾ അവിടെ മരം ഒടിഞ്ഞു വീഴാനുള്ള സാധ്യതകളടക്കം കണക്കിലെടുത്തുകൊണ്ട് മുൻകരുതലും അതോടൊപ്പം തന്നെ മുന്നൊരുക്ക സംവിധാനങ്ങളും എല്ലാം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ ഒരു പൊതുചിത്രം അങ്ങനെയാണ്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നൊരവസ്ഥയാണ്. അതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. നഗരത്തിലേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ ഈ വെള്ളക്കെട്ടോ കാര്യങ്ങളോ ബാധിച്ചിട്ടില്ല എന്നതും നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമാണ്. ഹരി, ഞാൻ ഇപ്പോൾ മഴയുടെ സാഹചര്യം ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മധ്യ കേരളത്തിലൊട്ടാകെ തന്നെ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. ഈ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ടോ? നിലവിൽ മഴ പെയ്യാത്തത് ആശ്വാസകരമായ കാര്യമാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ വരും മണിക്കൂറുകൾ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ഈ മേഘങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ നിലവിലത്തെ കാലാവസ്ഥ നോക്കുമ്പോഴേക്കും വരും മണിക്കൂറുകളിൽ മഴ പെയ്യാനുള്ള സാധ്യത മുന്നിലുണ്ട്. ഈ ഗതാഗതം
ഇപ്പോൾ അങ്ങനെ ഒരു തടസ്സപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുണ്ടോ? മഴ പെയ്യാനുള്ളൊരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഒരു ആകാശം മേഘാവൃതമായ ഒരു സാഹചര്യത്തിലാണ് മഴ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. ചാറ്റൽ മഴ സാഹചര്യമുണ്ട്. മഴ ഏത് നിമിഷവും ശക്തിപ്പെടാനുള്ളൊരു സാഹചര്യം തന്നെയാണുള്ളത്. ഈ ഗതാഗത സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ഈ എറണാകുളത്തിന് പുറത്തേക്ക്, എറണാകുളത്ത് നിന്ന് കുറച്ചുകൂടി പുറത്തേക്ക് നീങ്ങുമ്പോൾ ഗതാഗത ക്ലേശങ്ങൾ നേരിടുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് സമീപ ജില്ലകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടയത്തെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നു എന്നത് തന്നെയാണ് അറിയുന്നത്. കാരണം മലവെള്ളം കൂടുതലായിട്ട് എരിച്ചെത്തുന്നത് കോട്ടയം കേന്ദ്രീകരിച്ചുള്ള ഈ മേഖലകൾ, താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം ആകുമ്പോൾ അവിടേക്കെല്ലാം തന്നെ വലിയ രീതിയിലേക്ക് പ്രശ്നങ്ങളുണ്ട്. കോട്ടയത്തെ അതിൻ്റെ ഒരു അപ്ഡേഷൻസ് പറയുമ്പോൾ പയ്യാനിത്തോട് വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് വീണ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഒരു ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മേഖല കൂടിയാണ് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനിത്തോട്ടം വണ്ടൻ പ്ലാവിലാണ് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുവെന്ന് തന്നെയാണ് പറയുന്നത്. പയ്യാനിത്തോട്ടം മണപ്പാട്ട് ജോണിയുടെ ഭാര്യയും മകനുമാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. കോൺക്രീറ്റ് ചെയ്ത വീട് ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി എന്നതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അടക്കം തുടരുകയാണ്. ഈ ഭാഗത്തെല്ലാം തന്നെ ശക്തമായ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഭീഷണി അടക്കം നിലനിൽക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. പൂഞ്ഞാർ സർവീസ് സഹകരണ ബാങ്ക് പനച്ചിക്കപ്പറ ഹെഡ് ഓഫീസിൽ വെള്ളം കയറിയതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ മേഖലകളിൽ കാര്യമായ രീതിയിലുള്ള ഒരു പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ പുഴകൾ കരകവിഞ്ഞ് ഒഴുകുന്ന രീതിയിലേക്ക് വരുന്നു. ഈരാറ്റുപുഴ തൊടുപുഴ റൂട്ടിൽ കളത്തൂക്കടവിൽ റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് കൊടുങ്ങൂർ മണിമല റോഡിലെ പനമ്മൂട്ടിൽ അവിടെ തോട് കരകവിഞ്ഞൊഴുകി അതോടൊപ്പം വെള്ളം കയറിയിരിക്കുന്നു. ഇതുവഴി വന്നൊരു കാറ് ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിലുള്ള ഒരു വിഷയങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒരു മഴക്കെടുതികൾ എന്ന രീതിയിലേക്ക് വരുന്നു. എല്ലാവരും പറയുന്നത് 2018 സമാനമായ രീതിയിൽ ഒരു മിന്നൽ പ്രളയ സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നൊരു ആശങ്ക എല്ലാ ഭാഗത്തും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പൊതുവിലൊരു ആശ്വാസം എന്ന് പറയുന്നത് മഴയ്ക്ക് ഒരു അല്പം ശമനമുണ്ട് എന്നത് തന്നെയാണ്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിലാണ് അപ്രതീക്ഷിതമായ രീതിയിലുള്ള മഴവെള്ളപ്പാച്ചിലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായത്. ടൗണുകളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കടകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ ഈ ആളുകളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് 2018 ഓർമ്മിപ്പിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ്. പക്ഷെ ഇപ്പോഴുള്ളൊരു കാലാവസ്ഥ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ അത്രമേലൊരു ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോയേക്കില്ല എന്ന ആ രീതിയിലുള്ളൊരു അറിയിപ്പുകൾ വരുന്നുണ്ട്. എന്തായാലും മഴയ്ക്ക് പലയിടങ്ങളിലും കുറച്ച് ശമനമുണ്ടെങ്കിലും ഈ മലയോര മേഖലകളിൽ പെയ്ത വെള്ളം അത് തീർച്ചയായും തന്നെ അത് ഒഴുകി എത്തും നഗരങ്ങളിലേക്ക് തന്നെ, അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് തന്നെ എത്തുന്നു. അപ്പോൾ അതിനെ നേരിടാനുള്ള മുൻകരുതലുകളടക്കം സജ്ജമാകേണ്ടതുണ്ട്. ഈ കോട്ടയം ജില്ലയെ കുറിച്ച് പറയുക, കോട്ടയം ജില്ലയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഒരു ഏകോപനത്തിന് താലൂക്ക്. ശരി, ഡാനിയാണ് കോട്ടയത്തെ മധ്യ കേരളത്തിലെ ഒട്ടാകെ തന്നെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കൊച്ചിയിൽ നിലവിലത്തെ സാഹചര്യം ഒരു ആശ്വാസം നൽകുന്നതാണ്. ശക്തമായ മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാനി പോളുടെ റിപ്പോർട്ടുകൾ പ്രകാരം നമ്മൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.